അപ്പൂപ്പോ അവളെന്തിനാ അപ്പൂവിനോട് പിടിച്ചിരുത്തിയത്? അവളെന്നെ ഒരുക്കാൻ പോവാടാ. പൊളിച്ച്. അവളെന്തെടുക്കാൻ പോയത്? എന്തോ വന്നു. പാറു എന്ത് ചെയ്യാൻ പോണു? മകളെ സൂക്ഷിച്ചും കണ്ടും വേണം കേട്ടാ. പതുക്കെ. പതുക്കെ. ഓ മുടിയില്ലാത്തടത്താണോ ചെയ്യുന്നത്? ഇവളെന്താ പരിപാടി ഇവിടെ? കണ്ടറിഞ്ഞൂടെ അവളെന്നെ ഒരുക്കുക. കൊള്ളാലോ. കൊള്ളാം. മാമന്റെ കൊമ്പം വീശ ഒന്നും കൂടെ കൊമ്പം വീശായി. എല്ലാരും പേടിപ്പിക്കും. അത് വേണോ മാമ ഇതുവരെ ഡൈ ഒന്നും ഉപയോഗിച്ചിട്ടില്ലേ? ഒരു 40 വയസ്സ് നരയ്ക്കാൻ തുടങ്ങിയതാടാ. ഞാൻ ഇന്ന് വരെ ഡൈ ഉപയോഗിച്ചിട്ടില്ല. മാമി മൈലാഞ്ചി തേച്ച് തരൂല്ലേ? ഓടാ അവിടുന്ന്. മാമി മൈലാഞ്ചി തേച്ച് തന്നു. അച്ഛൻ ഇടയ്ക്ക് ഡൈ അടിക്കാറുണ്ട്. ചെറുതായിട്ടാമോ? എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല. വലിയ നരേന്ന് വന്നിട്ടില്ല. നീ ഇടകൾ എന്തിനായിരുന്നു? ഇവള് കുറച്ച് ടാസ്ക് അവിടെ വെച്ച് സക്സസ്ഫുൾ ആയിട്ട് പൂർത്തീകരിച്ചു. എന്ത് ടാസ്ക്? അരിയാനും ഇതൊക്കെ കുറച്ച്. അയ്യോ അപ്പൂപ്പന് പൗഡർ ഒന്നും വേണ്ട. അപ്പൂപ്പ പൗഡർ ഇടാറില്ല മോളെ. ശരി ശരി. കൊച്ചിന്റെ ഒരു കാര്യം ഇപ്പൊ കൊള്ളാം കേട്ടോ. ഒരുക്കിയപ്പോ അയ്യോ വേണ്ട മക്കളെ. അച്ഛനെല്ലാം കൂടെ കുളിപ്പിച്ച് ഒരിടത്ത് ഒതുക്കി കിടന്നിരിക്കല്ലേ. ഇന്നെ കുളിപ്പിക്കണ്ട. മതി മോളെ. ഇതാണ് പറയണത്. മക്കളെ കൊണ്ട് പറ്റാത്തത് ചെറുമക്കളെ കൊണ്ട് പറ്റുമെന്ന്. മക്കളെ പടവൽ ചെയ്യുമ്പോഴേ അമ്മൂമ്മ ഇതുപോലെ ഒരുക്കി സുന്ദരിയാക്കണം കേട്ടാ. ബെസ്റ്റ്. അമ്മൂമ്മ അടുത്ത് പറഞ്ഞാൽ മതി. അമ്മൂമ്മ അപ്പം ഇരുന്ന് തരും. അമ്മൂമ്മ കലിപ്പോ? പാറ എന്തോ സംസാരിക്കണ കലിപ്പെന്നൊക്കെ നീ പറയുന്നത് കേട്ടില്ലേ കുട്ടികൾ പഠിക്കുന്നത്? ഏതെങ്കിലും ഒരു ഭാഷ ഇതാകുമ്പോൾ ഒന്ന് എറിച്ച് നിൽക്കുമല്ലോ ഭാഷയിൽ കലിപ്പ് എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര എറിപ്പ് തന്നെ. എന്താ ചിരിക്കണത്? കണ്ടാ മുടി പന്തലുമല്ല കുറ്റിക്കാൾ വളർത്തി നടക്കണ്ട. ഇടയ്ക്കിടയ്ക്കുള്ള വെള്ളം തെളിച്ചു കൊടുക്കൂ. അതുമില്ല. ഞാൻ വെള്ളം തെളിച്ചല്ല, ഞാൻ കുളിക്കാറുണ്ട് അപ്പൂപ്പ. ഞങ്ങള് തന്നെ കുറെ നാളായ അപ്പൂപ്പ ഈ മുഖം കണ്ടിട്ട്. എനിക്ക് ഓർമ്മ വെച്ച കാലം പോലും ഞാൻ കാണുന്ന ഈ വെറും മുടിയെ. നെയ്യാറ്റിങ്ങനെ ചെല്ലുമ്പോഴേക്കും എൻ്റെ അമ്മ പറയും, എടാ നിന്റെ ചെറുക്കൻ്റെ മോഹം കണ്ടിട്ട് എത്ര നാളാണ്. ഞാൻ 100 വട്ടത്തിന് കണ്ട മോഹമാണ്. ഇന്ന് പറയാൻ പിന്നെ ഞാൻ ശരി നേരെ കണ്ടിട്ടില്ല. ഓവറാക്കല്ലേ അച്ഛാ. ഇതിപ്പോ എന്താണ് എല്ലാരും കൂടി എന്റെ മുടിയിലോട്ടൊരു കയറ്റം? അപ്പൂപ്പനും കൂടി പറയല്ലേ എന്റെ മുടി വെട്ടാം പ്ലീസ്. ഇവര് പറയുന്നത് കേട്ടിട്ട് ഞാനെന്തിനാണോ എന്റെ മുടി വെട്ടണമെന്ന് പറയുന്നത്? നീ മുടി വെട്ടുകോ പൂതിരുകോ എന്ത് വേണം ചെയ്യും. അങ്ങനെ അപ്പൂപ്പൻ പറഞ്ഞേട്ടാ. അപ്പൂപ്പന് വിവരമുണ്ട്. നിന്റെ മുടിയുടെ കാര്യം പറഞ്ഞപ്പോഴാടാ എനിക്ക് വിവരം ഉണ്ടായത്. അയ്യോ അപ്പൂപ്പ അങ്ങനെ പറഞ്ഞല്ലേ. ഞാൻ പൊതുവേ മണ്ടത്തരം പറഞ്ഞ മിണ്ടാടാ. ഒറ്റ തീപ്പെട്ടി കൊണ്ടു മതി. വെട്ടൊന്നും വേണ്ട. ഒട്ടിച്ചിടുക കത്തുക അത്രേ ഉള്ളൂ. ഇനി ഞാനും അപ്പൂപ്പനും കൂടെ ജംഗ്ഷനിൽ അങ്ങനെ വഴിക്ക് വാ. ഇച്ചിരി കഴിയുമ്പോ ജംഗ്ഷനിൽ പോകും. കൊള്ളാം. എന്നിട്ട് വേണം അപ്പൂപ്പനെ സോപ്പ് ഇട്ട് മിഠായും ഐസ്ക്രീമും എല്ലാം മേടിച്ചെടുക്കാൻ. അതെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ ഒരു അപ്പൂപ്പന്. എന്താടാ ഞാൻ വാങ്ങിച്ചു കൊടുക്കും? എന്റെ കൊച്ചുമൊക്കെ ഞാൻ എന്ത് വെള്ളം വാങ്ങിച്ചു കൊടുക്കും അല്ലേ മോളെ?